രാവിലെ ഇറങ്ങിയാണ്. അപ്പുറത്തെ 2 വീട്ടിലെ ആളില്ല. ഇവിടെയെങ്കിലും ആളുണ്ടായിരുന്നാൽ മതി. ഒന്നും കഴിച്ചതുമില്ല, രാവിലെ ഒരു ചായ പോലും കുടിച്ചില്ല. ഹലോ ഹലോ, ആടാ ഇന്ന് നോക്കളെ മാമ, ഞാൻ ക്ഷേത്രത്തിൽ വരെയാണ്. നോട്ടീസ്. ഏത് ക്ഷേത്രത്തോടെ? വായിലെ കുന്നിലപ്പം. ഓ, നമ്മളിവിടെ അടുത്തുള്ള. അതെവിടെ? അതിവിടെ തൊട്ടടുക്കുകയാണ്. മാമ 50 രൂപ കിട്ടാം മാമ. 50? ക്ഷേത്രകാരില്ലേ, ദൈവത്തിന് കൊടുക്കണില്ലേ? ഒരു 500 രൂപ. 500 മാമ, ആദ്യമായിട്ടാണ് 500 രൂപ കിട്ടുന്നത്. ആരും തരൂല ഇപ്പൊ. ആരും തരൂല മാമ. എല്ലാം 50 100 ഒതുക്കും. ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോ നമ്മള് അത് വേണം, അത് വേണം. പ്രോഗ്രാം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അന്നദാനമുണ്ട്. അന്നദാനത്തിലേക്ക് പറഞ്ഞു കേട്ടോ മാമ. വരാം. അപ്പൊ പോയിട്ട് അടുത്ത മാസം വരുമ്പോ 500 രൂപ തരാം. മാമ 2 ആഴ്ച എവിടെയുള്ളൂ, ഇന്നിപ്പോ തുടങ്ങിയുള്ളൂ. മോൻ ജോലി പോയി, അടുത്ത മാസം ലീവിന് വരുള്ളൂ. വരുമ്പോ പൈസ തരാം. മാമനെ ഇനി എന്ന് കാണുമോ? അടുത്ത മാസം വന്നാൽ മതി. അടുത്ത മാസം 2 ആഴ്ച കഴിയുമ്പം ഇത് കഴിയും. 2 ആഴ്ചയില്ല, 8 ദിവസം ഉത്സവമേ ഉള്ളൂ. 8 ദിവസം കഴിയുമ്പോൾ ഉത്സവം തീരും. ഓ കുഴപ്പമില്ല, ഉത്സവം തീരാൻ കുഴപ്പമില്ല. അടുത്ത മാസം വരും. പൈസ ഞാൻ അടുത്ത മാസം തരും. ദൈവത്തിനുള്ള പൈസ കൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് മാറ്റില്ല. അങ്ങനെ പറഞ്ഞ അടുത്ത മാസം തരും. ഞാനാണെങ്കിൽ ഒരു 4 കുറ്റി എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ പൈസ കൊടുക്കണം. കുറ്റിയായിരുന്നു, ഗ്യാസ് കുറ്റി. റെസീറ്റ്. റെസീറ്റ് പൈസ ഞാൻ പറഞ്ഞ വാക്കാണ്. 500 കറക്റ്റാ ഞാൻ തരും. മകൾ പോയിട്ട് അടുത്ത മാസം. മാമ അങ്ങനെ പറയല്ലോ. മോൻ വരട്ടെ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പൈസ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ അടുത്ത മാസം മുമ്പ് വരും, അടുത്ത മാസം തരാം പൈസ. ഞാൻ പറഞ്ഞ വാക്കാണ്. ദൈവത്തിന്റെ കാര്യമായിട്ട് 500, 50 രൂപ ഞാൻ 500 രൂപ തരും. 500 രൂപ ഓർമ്മ. അടുത്ത മാസം. ശരി. പോട്ടെ. ശരി മാമ. എന്തൊരു കളവാ ഇത്, കെട്ടക്കളവായി. മുടിഞ്ഞോട്ട് പോലും 50 രൂപ എന്നെ കൊണ്ട് 500 രൂപ ഏൽപ്പിച്ചത്. 50 രൂപ ഞാൻ വെള്ളം കൊണ്ട് കുടിച്ചേന്. ഒരു കാലത്തും ഗുണം പിടിക്കില്ലേ ഈശ്വര, ഈ കള ഒരു കാലത്തും ഗുണം പിടിക്കില്ല. കെട്ടക്കളവായി മുടിഞ്ഞോട്ട് പോയുള്ളൂ.